അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജില്ലാ സാഹിത്യോത്സവിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. ആരുടെ കഥയാണെന്നറിയോ? നമ്മുടെ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനും പുരുഷന്മാരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ് ട്ടോ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. മക്കയിൽ ഒരു ചൂടുള്ള വാർത്ത പരന്നൊഴുകി. ഖുറൈശികളിൽ നിന്നും ഒരു പ്രവാചകൻ വരുമെന്നുള്ളതായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബയുടെ ചാരിയിരിക്കുകയായിരുന്നു. തൊട്ടപ്പുറത്ത് സെയ്ദ് ഇബ്നു അംറും ഉമ്മയ്യയും എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ സംസാരവും പ്രവാചക വരവിനെ കുറിച്ചു തന്നെയാണ്. ഇതെല്ലാം കേട്ട സ്ഥിതിക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വറഖത്ത് ബിൻ നൗഫൽ എന്ന വേദ പണ്ഡിതനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യവും വളരെ ശ്രദ്ധാപൂർവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടു മനസ്സിലാക്കി. അങ്ങനെയാണ് പ്രവാചകത്വമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. സിദ്ദീഖ് തങ്ങൾ താൻ മനസ്സിലാക്കിയ പ്രവാചകർ ഇത് തന്നെയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ മുത്തുനബിയിൽ വിശ്വസിക്കുകയും പ്രബോധനം തുടങ്ങുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി